ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫ്ലാറ്റ് കോളർ വെച്ചിട്ടുള്ള ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ് തയ്ക്കുന്നത്. സ്ലീവ്ലെസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള തുണി ഇതുപോലെ മടക്കിയിട്ടുണ്ട്. 10 ഒരു വശത്തേക്കുള്ള ചെസ്റ്റ് വണ്ണം. അപ്പോൾ നമ്മൾ ഇതുപോലെ 10 അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. 8.5 ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് 10 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെങ്ത്ത് 15 അത് സീം അലവൻസും കൂടി കൂട്ടിയിട്ടുള്ള ഇതാണ്. അപ്പം ആ പീസിന് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ മടക്ക് വശമാണ് ഇതുപോലെ വെട്ടിയെടുക്കുന്നുള്ളത്. ഇനിയുള്ളത് 2 തുറന്ന വശങ്ങളാണ്. അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. അത് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഭാഗം എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ സിബ് വെക്കാനുള്ള ഭാഗം മടക്കി അടിക്കാനുള്ള വശം നമ്മൾ മാറ്റി വെച്ചിട്ട് അളവ് ക്ലിയറാക്കി ബാലൻസ് ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. സിബ് വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് പീസ് വയ്ക്കാതെ വെട്ടുമ്പോൾ തന്നെ ഇതുപോലെ 1/2 ഇഞ്ച് പുറത്തേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ വെട്ടിക്കൊടുക്കാൻ ബാക്ക് പീസ്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് കഴുത്തകല അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആം ഹോൾ വരച്ചെടുക്കുന്നുണ്ട്. 4.5 ചെറിയൊരു ഷേപ്പും കൂടെ കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ബീഡ്സ് വർക്കുള്ള തുണിയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കത്രികയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കഴുത്തകലം വെച്ച സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിബ് വെക്കുകയാണ്. ആദ്യം ലൈനിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല പീസ് നല്ല വശം മുകളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പീസ് വീണ്ടും നല്ല വശം അടിയിലേക്കാക്കി വെച്ചിട്ട് ലൈനിങ് വീണ്ടും മുകളിലേക്കാണ്. ഇതുപോലെ വെച്ചിട്ട് 4 പീസും കൂടി ഒരുമിച്ച് നമ്മൾ 1/2 ഇഞ്ച് കണക്കാക്കി ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. ഇത് സിബ് വയ്ക്കാനുള്ള ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം സിബ് എടുത്തിട്ട് അതിൻ്റെ സിബിൻ്റെ ആ വശം ഉള്ളിലേക്കാക്കി ഇതുപോലെ വെച്ചെടുത്തിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. വേറെ പീസ് വെച്ച് ഇതാക്കും വേണ്ട. നമ്മൾ മറ്റേ വശം ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം അടിച്ച അടിപ്പ് അഴിക്കുകയാണ്. ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അടിച്ച് വയ്ക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അത് അഴിച്ചെടുക്കുന്നത്. നമ്മളിതുപോലെ അടിച്ചത് അഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫൂട്ട് മാറ്റിയിട്ട് സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് ആ സിബിനെ ഒന്നും കൂടി അടുപ്പിച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു വശം ഇങ്ങനെ വെച്ചിട്ട് ആ സിബിനൊന്നും കൂടി ഇങ്ങനെ വിടർത്തി കൊടുത്ത് അരികു ചേർത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് സിബ് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ അകത്തി കൊടുത്താൽ മാത്രമേ അതിനുള്ള സിബുള്ളത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നല്ല മേച്ചല്ലാത്ത സിബ് പോലും നമ്മൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. ഇനി മുൻവശമാണ്. അതിതുപോലെ നല്ല പീസും ലൈനിങ്ങും കൂടിയും കൂട്ടി ആദ്യം യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് സിംഗിൾ ഫൂട്ടിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതെന്താ വെച്ചാൽ ബീഡ്സ് ഉണ്ടാവുകൊണ്ട് ഇങ്ങനെ ഒരു വശം ഇല്ലാത്ത
സ്ക്രൂ കൊണ്ട് തയ്ച്ചാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് കിട്ടും. നമ്മളിതുപോലെ വെച്ചിട്ട് ബാക്ക് പീസും കൂടി വെച്ചിട്ട് കഴുത്ത് വെട്ടിയെടുക്കണം. മുൻകഴുത്ത് നമ്മൾ 3 ഇഞ്ച് അകലവും 3 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത്. ഫ്ലാറ്റ് കോളർ ആയതുകൊണ്ട് തന്നെ ആ കോളറിൻ്റെ ഇതും കൂടെ നമ്മൾ കണക്കാക്കിയിട്ട് വേണം കഴുത്തകലം കട്ട് ചെയ്തെടുക്കാൻ. ഈ ബാക്ക് പീസ് നമ്മൾ 1 ഇഞ്ച് കട്ട് ചെയ്ത് കളയാണ്. ഷോൾഡർ അയക്കണം. ഷോൾഡർ അയക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് അയക്കുന്നത്. എന്നും നമ്മൾ ഒരു തുമ്പ് ഉള്ളിലേക്കാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. ഇത് നൈറ്റിൻ്റെ പീസാകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെച്ചാൽ തുമ്പ് പുറത്തേക്ക് കാണും. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് തുമ്പ് കൂട്ടി കൊടുക്കുന്നത്. ഇനി നമ്മളതൊന്ന് ലോക്ക് ചെയ്തും കൂടെ എടുക്കണം. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കൈക്കുഴിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം. റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ഇഞ്ച് ക്രോസ് പീസ് വെച്ചിട്ട് അതിൻ്റെ കൈയൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇത് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അടിച്ചിട്ട് ഒരു പതിച്ചടിയും കൂടി കൊടുക്കുകയാണ്. ഇനി ഉള്ളിലേക്ക് ഒന്നും കൂടി മടക്കി നമ്മൾ അടിച്ചു കൊടുക്കണം. നമുക്ക് അടി മടക്കി അടിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ആദ്യം 1/4 ഇഞ്ച് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ചാണ് ആകെ ഇറക്കം പറഞ്ഞിട്ടുള്ളത്. രണ്ട് സൈഡ് നമ്മളിതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ബാക്ക് അടിക്കുമ്പോൾ നമ്മളിതുപോലെ പകുതിക്ക് എന്നാണ് അടിച്ചു തുടങ്ങുന്നത്. സിബ് ബോർഡ് ഉണ്ടാകുകൊണ്ട് തന്നെ അതങ്ങനെ എടുത്താൽ മാത്രമേ ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് സൈഡ് കൂട്ടുകയാണ്. സൈഡ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. കൈയിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളറും കൂടെ വെച്ചെടുക്കണം. അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ കട്ട് ചെയ്യണമെന്ന് നോക്കണം. ആദ്യം കഴുത്ത് ഇതുപോലെ പിടിച്ചിട്ട് അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു 8.25 അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടത് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ലൈനിങ്ങിനാണ് അയൺ ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിൻ്റെ നല്ല പീസ് നെറ്റാണ്. അപ്പോൾ നെറ്റിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചാൽ ക്യാൻവാസ് പുറത്തേക്ക് കാണും. അപ്പോൾ നമ്മൾ ലൈനിങ്ങിനാണ് പിടിപ്പിച്ചിട്ടുള്ളത്.
ലൈനിങ്ങിൻ്റെ അടിയിൽ നല്ല പീസും കൂടി വെച്ച് ഇതുപോലെ ക്യാൻവാസുമേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു പീസും കൂടി വെച്ചിട്ട് അടിച്ച് മറിച്ചിടണം. ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്, അത് ലൈനിങ്ങിൻ്റെ പീസാണ്. നമ്മളതിൻ്റെ മേലെ കൂടെയാണ് അടിച്ചെടുക്കുന്നത്. അടിവശം നമ്മളൊരു വശം അതിനോട് ചേർത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഒരു വശം നമ്മൾ അടിക്കാനുള്ള വശമാണ്. അത് കുറച്ച് എത്രയാണോ തയ്യൽ തുമ്പ് അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കൽ. ഇനി നമുക്ക് തിരിച്ചിടണം. രണ്ട് വശവും ഇതുപോലെ തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു പതിച്ചടിയും കൂടി കൊടുത്തെടുക്കണം. കോളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയാണ് വെക്കേണ്ടത്. നല്ല വശം ഇതുപോലെ കൂട്ടി വെച്ചിട്ട് പിന്നെ അത് തിരിച്ച് അടിവശത്ത് ഇങ്ങനെ വെച്ച് പിന്നെ അതിനെ തിരിച്ചിട്ടിട്ടാണ് നമ്മൾ ആ സിബിൻ്റെ അവിടെയാണ് ആദ്യം കൂട്ടി കൊടുക്കുന്നത്. ഞാൻ അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അടിയിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇനി നമ്മളത് തുടർന്ന് അടിച്ചു കൊണ്ടുപോവുകയാണ്. അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. ഇത് തിരിച്ചിട്ടുണ്ട് ഒരു പതിച്ചടിയും കൂടി കൊടുത്താൽ കോളറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അവിടെ ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിക്കാക്കി നല്ലോണം കുറച്ചും കൂടി വലിച്ച് ആ സിബിൻ്റെ അതേ ഒപ്പത്തിനാക്കിയിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. കോളർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സിബ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.